മാജിക് അവൻ പവർഡ് ബൈ ക്രിസ്ത്യൻ ക്രമിലേക്ക് സ്വാഗതം. മാജിക് അവനിലെ സാധാരണയായിട്ട് ഒരുപാട് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനെ ഇങ്ങനെ മറക്കുന്നത് ശരിയാണോ? അപ്പോൾ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറാക്കണം അല്ലേ? കുറേ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വെജിറ്റേറിയൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എങ്കിൽ പോലും ഈ വെജിറ്റേറിയൻ വിഭവം നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു പക്ഷേ ഇഷ്ടമാകും. ഒരു പക്ഷേ അല്ല, ശരിക്കും ഇഷ്ടമാകും. കാരണം ഇത് ഇറച്ചി പോലെ തോന്നിക്കും, എന്നാൽ ഇത് ഇറച്ചിയല്ല. ഇത് സോയ ചങ്ക്സ്, അതായത് സോയാബീൻ പേസ്റ്റിൽ നിന്നുണ്ടാകുന്ന സോയ ചങ്ക്സ്, ചെറിയ ഉരുളകൾ പോലിരിക്കുന്ന സോയ ചങ്ക്സ് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഉലർത്ത്, സോയ ഉലർത്ത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ബീഫ് ഉലർത്ത് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇത് സോയ ഉലർത്ത്. അപ്പോൾ ഇത് വളരെ നാടൻ രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയ ഉലർത്ത് ചേരുവകൾ: സോയ ചങ്ക്സ് 2 കപ്പ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം 6 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി വഴറ്റാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി അരച്ചത് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 2 ടീസ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1/2 ടേബിൾ സ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ചൂടുകട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. ആദ്യം തന്നെ ഇതാണ് നമ്മളുടെ സോയ ചങ്ക്സ്. ഇത് ഏകദേശം കപ്പളവിനൊരു 2 കപ്പ് അളന്നതാണ്. ഇത് വെള്ളത്തിൽ സാധാരണയായിട്ട് കുതിർത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇപ്പോൾ ഇതിന് ചെയ്യുന്നത് കുതിർക്കുന്നതിന് പകരം നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോവാണ്. ഒരു 6 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിനെ വേവിക്കണം. വേവിക്കുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി തന്നെ ആയിക്കോട്ടെ, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരല്പം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ച നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം സോയ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനുള്ള കാര്യങ്ങളാണ്. കാര്യം സോയ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് പോലെയാണ്. അതിങ്ങനെ കാര്യങ്ങൾ വലിച്ചെടുക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇതിൽ മഞ്ഞൾപ്പൊടി ഉണ്ട് ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെന്താ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ പാകത്തിനുള്ള ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇനി ഇത് ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വേകട്ടെ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വന്ന് കഴിയുമ്പോൾ തന്നെ ഇത് സോഫ്റ്റായി തന്നു. സോയാ ചങ്ക്സ് ഇങ്ങനെ ഡ്രൈ ആണ്. ഇത് ഉണങ്ങിയ സോയാ ചങ്ക്സ് അല്ലേ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിങ്ങനെ തിളച്ച് അതിങ്ങനെ വേകും, നല്ല സ്പോഞ്ചി ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്നും നമ്മളതിനെ ഊറ്റി മാറ്റിയിട്ട് സ്ട്രെയിനറിൽ മാറ്റിയാലും മതി, അല്ലെങ്കിൽ കണ്ണാപ്പ കൊണ്ട് കോരി മാറ്റിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒരല്പം തണുക്കാൻ സമയം കൊടുക്കുക. നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇതൊന്ന് വേകണം. അതിനകത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം കയറി വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോയാ ചങ്ക്സിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മളുടെ സോയാ ചങ്ക്സ് ഏകദേശം വെന്ത് കഴിഞ്ഞു. 10-15 മിനിറ്റ് സമയം കഴിഞ്ഞു. നന്നായിട്ട് തള വന്ന് കുറച്ച് നേരം ഇങ്ങനെ വേവിച്ച് ഇനി നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. അപ്പോൾ സൈസും കുറച്ചുകൂടി വലുതായി. സ്പോഞ്ചിയാണല്ലോ, സ്പോഞ്ച് മാതിരി. പക്ഷേ ഇതിനകത്തേക്ക് ഇപ്പോൾ ഉപ്പും മുളകും മല്ലിപ്പൊടിയുടെ ആ ടേസ്റ്റും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ച് എന്താ പറയുക, ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കളറായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും സ്പോഞ്ചിയായിട്ട് നല്ല സോഫ്റ്റായി കഴിഞ്ഞു. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റുക. നമ്മളിനി എടുക്കുന്നില്ല. ഈ വെള്ളം കളയും, അതിൻ്റെ ആവശ്യമില്ല. കാര്യം സോയ ചങ്ക്സിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയും. ഇനി ഒന്ന് തണുക്കാനായിട്ട് ഒരല്പം സമയം മാറ്റി വയ്ക്കണം. എന്നിട്ട് കാര്യം നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിനകത്തുള്ള വെള്ളമൊക്കെ മാറ്റും.
അപ്പോൾ ഇച്ചിരി തണുത്ത് കഴിഞ്ഞാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഓരോ സോയ ചങ്ക്സിനെയും 4 പീസസായിട്ട് മുറിക്കുക, 4ഓ 5ഓ ആയിട്ട്. അതായത് ക്യൂബ്സ് പോലെ മുറിച്ചെടുക്കുക. നമ്മളിപ്പോൾ ബീഫ് ഉലർത്ത് പോലെയല്ലേ ചെയ്യുന്നത്, സോയ ഉലർത്ത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ക്രമീകരിക്കണം. അങ്ങനെ നമ്മളുടെ സോയ ചങ്ക്സ് എല്ലാം തന്നെ തണുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഞാനിങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് കഴിഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ബീഫ് പീസസ് പോലെ ഇരിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. കണ്ടു കഴിഞ്ഞാൽ ഒരു ബീഫ് ഉലർത്ത് പോലെ തോന്നണം അവസാനമാകുമ്പോൾ. അപ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ഉലർത്തിയെടുക്കാൻ പാകത്തിനുള്ള കുറച്ച് വിസ്താരമുള്ള ചൂട് കെട്ടുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമ്മളുടെ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ ഉടനെ ആദ്യം തന്നെ പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതിനോടൊപ്പം 2 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞത്. അപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകാൻ തുടങ്ങണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ചെറുതായി മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും. ഇതിൽ ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ ആണെങ്കിൽ വെളുത്തുള്ളി അരച്ചത് ഇച്ചിരി കൂടെ ചേർക്കണം. അപ്പോൾ ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1.5 ടീസ്പൂൺ ചേർക്കണം. അപ്പോൾ കൂടുതലും ഗാർലിക്, അതായത് വെളുത്തുള്ളിയുടെ സ്വാദാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു പച്ചച്ചോ മാറുന്നവരെ ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വെക്കണം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും സവാളയൊക്കെ പാകത്തിന്, പച്ചമുളകും ഒക്കെ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. കുറച്ച് കൂടുതൽ പിരിയൻ മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ ഇടുക. അതും ഇതിനോടൊപ്പം വഴറ്റുക. അപ്പോൾ ഒരു പച്ചച്ചോ മാറുന്ന വരെ. ഇതെല്ലാം പെട്ടെന്ന് തന്നെ നടക്കുന്ന കാര്യമാണ്. സവാള മൂത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാസ്റ്റാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം. പിന്നെ തേങ്ങാക്കൊത്ത്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. അത് ഇഷ്ടംപോലെ ചെയ്യാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പോ എത്ര വേണമെങ്കിലും ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ബീഫ് ഉലർത്തിലും ഉണ്ടാകാറില്ലേ തേങ്ങ. ഇനി നമ്മൾ കുറച്ച് സോയ സോസ് 1.5 ടേബിൾ സ്പൂൺ. സോയ സോസ് 1 ടേബിൾ സ്പൂൺ. തീ ഒരൽപ്പം കുറയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. 3 കടി. അപ്പോൾ സോസുകളെല്ലാം ഒഴിച്ച് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി ഇനി തീ അല്പം കൂട്ടി കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു. കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ്, വേവിച്ച മുറിച്ച് വെച്ചിരിക്കുന്ന
വേവിച്ചൂറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല എന്താ പറയുക, ഒരു ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം. ഇനി അതിന് മുന്നേ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. മറ്റൊരു അടുപ്പിൽ ഇച്ചിരി എണ്ണ ചൂടാക്കി കടുക്, പച്ചമുളക്, കറിവേപ്പിലെല്ലാം താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി എണ്ണയുടെ കുറവുണ്ട്. ഇനി അങ്ങനെ നമ്മൾ താളിച്ചിട്ട് കഴിയുമ്പോൾ ആ എണ്ണയിലാണ് കിടന്നതിങ്ങനെ ഫ്രൈ ആകുന്നത്. മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് താളിക്കാം. കാര്യം ഈ എണ്ണ ആ താളിക്കലോട് കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇച്ചിരി എണ്ണയിലല്ലേ ഇത് കിടക്കുന്നത്, ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം. സാധാരണ ഇപ്പം നമ്മൾ ബീഫ് ഉലർത്തിയാണെങ്കിലും ബീഫൊക്കെ വേവിച്ച് വറ്റിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് താളിച്ച് അതിലിട്ടിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയുമാണ്. എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, നന്നായിട്ട് പൊട്ടട്ടെ. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വറ്റൽ മുളക് 1, 4, 5 എല്ലാം ആകാം. കുറേ വറ്റൽ മുളകും പിന്നെ ഏറെ കറിവേപ്പില. ഒരു നാടനാക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഒരു ഫ്യൂഷനാണ് സത്യത്തിൽ. പക്ഷേ ആ സോസിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വേറിട്ട് നിൽക്കില്ല. അത് ഇതിൻ്റെ കൂടെ ലഞ്ചാണ്. ഈ താളിച്ചത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. ഇനി ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ മുരിഞ്ഞു കുറച്ച് സമയം അടുപ്പിലിങ്ങനെ കിടക്കട്ടെ. ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക, ഇളക്കി. അത് കഴിഞ്ഞാൽ നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഫൈനൽ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാണും. അങ്ങനെ നമ്മളുടെ സോയ ഉലർത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, കണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഉലർത്തിൻ്റെ മണമാണ് വരുന്നത്. അപ്പോൾ ഇത് ബീഫല്ല, ഇത് പ്യുവർ വെജിറ്റേറിയൻ സോയ ചങ്ക്സ് കൊണ്ടുണ്ടാക്കിയ സോയ ഉലർത്ത്. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ, തീ ഓഫ് ചെയ്യാം, വിളമ്പുന്ന പാത്രത്തിൽ. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല മണവും രുചിയുമുള്ള സോയ ചങ്ക്സ് ഉലർത്ത് റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല, നല്ല ചൂടോടുകൂടി തന്നെ വിളമ്പ് എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തതായി മാജിക്കാറിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്, പക്ഷേ അതൊരു തണുപ്പുള്ള മധുരമാണ്. ഇപ്പം നമ്മൾ വേനൽക്കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കടുത്ത സമ്മർ എന്ന് പറയുന്ന വേനൽ ചൂടിൽ ഇങ്ങനെ എല്ലാവരും തന്നെ പരാതി പറഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ എന്തൊക്കെ തണുത്ത കാര്യങ്ങൾ കഴിക്കാൻ പറ്റും അത്രത്തോളം സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഐസ്ക്രീം അല്ല, പക്ഷേ അതുപോലത്തെ ഒരു കാര്യമാണ്. ഇതൊരു സോർബറ്റാണ്. ഇത് ബ്ലാക്ക് കറന്റ് സോർബറ്റ്. ബ്ലാക്ക് കറന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിങ്ങ, സുൽത്താനാന്നും പറയും. അപ്പോൾ കറുത്ത ഉണക്കമുന്തിരിങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഒരു ഐസ് തയ്യാറാക്കാം. സോർബറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവേർഡ് ഐസാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കമുന്തിരിങ്ങ 250 ഗ്രാം, പഞ്ചസാര 3/4 കപ്പ്, വെള്ളം 2.5 കപ്പ്, നാരങ്ങാ നീര് 1 നാരങ്ങയുടേത്. ഇനി നമ്മൾക്ക് ബ്ലാക്ക് കറന്റ് സോർബറ്റ് തയ്യാറാക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രം, ഇതിലേക്ക് 250 ഗ്രാം ഉണക്കമുന്തിരിങ്ങ. ഇത് ഒരു അരമണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്താൽ കൂടുതൽ നല്ലത്. എങ്കിൽ പെട്ടെന്ന് തന്നെ വേകാനും എളുപ്പമായിരിക്കും. കാര്യം ഉണക്കമുന്തിരിങ്ങ ഉണങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരല്പസമയം വെള്ളത്തിൽ കുതിർക്കുന്നത് നല്ലതാണ്. കുറച്ച് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളത്തിൽ ഒരു 15-20 മിനിറ്റ് സമയം കുതിർത്താൽ നല്ലതായിരിക്കും. ഇത് കുതിർത്തതാണ്. അതിലേക്ക് ഏകദേശം 2 മുതൽ 2.5 കപ്പ് വരെ വെള്ളം. അതിനോടൊപ്പം പഞ്ചസാരയും ഇതിന് മധുരം അനുസരിച്ചിട്ടാണ്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം. ഇപ്പം ഞാൻ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര. കാര്യം എന്തായാലും ഉണക്കമുന്തിരിക്ക എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കറന്റിന് അല്പം മധുരം ഉണ്ടാകും. അപ്പോൾ അതിനോടൊപ്പം പിന്നെ നമ്മൾ ഷുഗർ ചേർക്കണം. അപ്പോൾ ആ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ക്രമീകരിക്കാം. 1/2 കപ്പ് ടു 1 കപ്പ്, 1/2 കപ്പാകാം, 3/4 ആകാം, 1 കപ്പ് വരെ ആകാം, മധുരം വേണമെന്നനുസരിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വേകട്ടെ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് മിക്സി ഉപയോഗിച്ചിട്ട് പ്യൂറി ചെയ്തെടുക്കും. നന്നായിട്ടൊന്ന് അടിച്ച് അതിൻ്റെ എന്താ പറയുക, ഒരു കുഴമ്പ് രൂപത്തിൽ അതിനെ ഒന്ന് അടിച്ചെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ സത്ത്
അരിപ്പയിലൂടെ അരിച്ചെടുക്കും. അതാണ് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മളുടെ ബ്ലാക്ക് കറണ്ട് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേകട്ടെ. വെന്ത് കഴിഞ്ഞു ഏകദേശം. ഇനിയിപ്പോൾ എന്താ, ഇനി തീ ഓഫ് ചെയ്തിട്ട് അല്പം നേരം തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് മിക്സി ഉപയോഗിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ച് നല്ലതായിട്ട് മാഷ്ഡ് ആകണം. നന്നായിട്ട് അരച്ച് പിന്നെ അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ ഈ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവൊന്നും അരഞ്ഞു പോകാൻ പാടില്ല. അല്ലാത്ത രീതിയിലാണ് അരച്ച കുരു അങ്ങനെ തന്നെ കിടക്കും, കുഴപ്പമില്ല. എന്നിട്ട് അത് അരിപ്പയിലൂടെ അരച്ച് അതിൻ്റെ സത്ത് എടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെ ആകാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് അല്പനേരം മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ബ്ലാക്ക് കറന്റ് വേവിച്ചത് ഇത് ഏതാണ്ട് 3/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെ 250 ഗ്രാം കറുത്ത മുന്തിരിങ്ങ ഒരു 2 കപ്പോളം വെള്ളത്തിൽ വേവിച്ച് ഇപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കുക. ഇത് കംപ്ലീറ്റ് അരിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത കാര്യം ഇതിൻ്റെ ആ മട്ടിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസും കിട്ടണം. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കൈ കൊണ്ട് നമുക്കൊന്ന് തിരിഞ്ഞ് നോക്കാം. ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അതിൻ്റെ കുരു മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എത്ര കഷ്ടപ്പെട്ടാലും ഇനി ഒന്നും കിട്ടാനില്ല. അങ്ങനെ ചാറെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര്, ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ വരാം, വലിയ നാരങ്ങയുടെ നീര്, അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കുറുക്കിയ ചാറ്, കണ്ടല്ലോ, നല്ല തിക്ക് ആയിട്ടുള്ള ചാറാണ്. ഇനി ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചാണ് തണുപ്പിക്കുക. അപ്പോൾ അതിനകത്തേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ സോർബറ്റിൻ്റെ മിശ്രിതം. ഇതിന് നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അത് നല്ല ഐസായിട്ട് മാറും. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം എടുത്തിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് അതിങ്ങനെ ഐസ് ഫോർമേഷൻ ശരിക്കും ഇങ്ങനെ കട്ടിയായി വരുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കുക, വീണ്ടും ഇളക്കി കൊടുക്കുക, വീണ്ടും ഫ്രീസ് ചെയ്യുക, പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. എന്നിട്ട് അത് ഫ്രോസൺ സ്റ്റേറ്റിലായി കഴിയുമ്പോൾ ആവശ്യാനുസരണം ഒരു ഐസ് മാതിരി നമ്മൾ ഈ ഐസ് സ്റ്റിക്സ് ഒക്കെ കഴിക്കില്ലേ, ഇതിപ്പോൾ സ്റ്റിക്ക് അല്ലാന്നേ ഉള്ളൂ, ഇങ്ങനെ കുറേശ്ശെ അതിൽ നിന്ന് കോരിയെടുത്ത് ബൗളിലിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ ചൂടുകാലത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളിത് ഫ്രീസറിലേക്ക് മാറ്റുന്നു. നല്ല ഐസ് ഫോമായിട്ട് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് കറന്റ് സോർബറ്റ് ഇവിടെ ഫ്രോസൺ സ്റ്റേറ്റിലായി കഴിഞ്ഞു. ഇനി അതിനെ നമ്മളൊരു ഫോർക്ക് കൊണ്ട് കുത്തി അത് കുറച്ചിങ്ങനെ എന്താ പറയുക ക്രഷ്ഡ് ഐസ് പോലെ ആക്കി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നമ്മളുടെ ബ്ലാക്ക് കറന്റ് സോർബറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതുപോലെ ഏത് ഫ്രൂട്ട്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊരു ഡ്രൈ ഫ്രൂട്ടിൽ നിന്നാണ് നമ്മൾ ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള, ഇപ്പോൾ വാട്ടർമെലൻ്റെ പീരീഡാണ്, അതിൻ്റെ ഒരു സമയമാണ്. ഇഷ്ടംപോലെ തണ്ണിമത്തൻ കിട്ടുന്ന സമയം. അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് കൊണ്ടും സോർബറ്റ് ഉണ്ടാക്കാം. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടിൽ വേണമെങ്കിലും സോർബറ്റ് ഉണ്ടാകും. ഇത് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ ചിലവ് കുറവാണ്. കാര്യം 250 ഗ്രാം എന്താ പറയുക സുൽത്താന, അതിൽ കമ്പരിങ്ങയുടെ ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പം വാങ്ങുക, ഉണ്ടാക്കി നോക്കുക. 250 ഗ്രാം ഉണക്ക മുന്തിരിങ്ങയും ഏതാണ്ട് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര. അതാണ് പ്രധാന കാര്യം. ഒരു നാരങ്ങയുടെ നീര് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫ്ലേവേർഡ് ഐസ് പോലെ അല്ലെങ്കിൽ ക്രഷ്ഡ് ഐസ് പോലത്തെ ഒരു ഫോർമാറ്റിലാണ് കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. പിന്നെ ഇത് ഇഷ്ടാനുസരണം കുട്ടികൾക്ക് കഴിച്ച് നടക്കും. വീട്ടമ്മമാർക്കും ആകാം. വീട്ടിലിരുന്ന് ജോലിയൊക്കെ ചെയ്ത് തളർന്നിരിക്കുമ്പോൾ വേണമെങ്കിൽ ചൂട് മാറ്റാനായിട്ട് ഇടയ്ക്കൊരു തണുപ്പ് സിപ്പൊക്കെ കഴിക്കുന്ന പോലെയാണ് രസം. അങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു പ്യുവർ വെജിറ്റേറിയനാണ്, പക്ഷേ ഒരു നോൺ വെജിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു വെജിറ്റേറിയൻ ഐറ്റം, സോയ ഉലർത്തിയത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത് കാണിച്ചത് വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന
ബ്ലാക്ക് കറന്റ് സോർബറ്റ്. അപ്പോൾ ഈ വേനൽക്കാലത്തിന് പറ്റിയൊരു വിഭവമാണ് രണ്ടാമത് കാണിച്ചത്. എന്തായാലും തീർച്ചയായിട്ടും 2 വിഭവങ്ങൾ പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കവനിലൂടെ കാണാം.